അത്തംപത്ത് പൊന്നോണം. വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഈ വാക്ക് ഇത്തവണ മാറുകയാണ്. കാരണം 2026 ഓണക്കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത്തം കഴിഞ്ഞ് 10 ദിവസമല്ലേ ഇത്തവണ തിരുവോണം എത്തുന്നത്. 11ാം ദിവസമാണ്. അത് മാത്രമല്ല, സാധാരണ ചിങ്ങമാസത്തിലാണ് അത്തം വരാറുള്ളതെങ്കിൽ ഇത്തവണ അത്തം തുടങ്ങിയത് കർക്കിടകത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അത്തം മുതൽ തിരുവോണം വരെയുള്ള ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഇതെല്ലാം അറിയാം ഈ വീഡിയോയിൽ. നമസ്കാരം, ഇൻഫോസ്റ്റേ മലയാളത്തിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ഓണത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. അത്തം പിറന്നതോടെ കേരളം പതിയെ ഓണത്തിൻ്റെ നിറത്തിലേക്ക് മാറുകയാണ്. വീടുകളുടെ മുറ്റത്ത് പൂക്കളമൊരുങ്ങും, ഓണച്ചന്തകൾ സജീവമാകും, ഓണക്കോടിയും ഓണസദ്യയ്ക്കുമുള്ള ഒരുക്കങ്ങളും തുടങ്ങും. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയോടെയാണ് സംസ്ഥാനത്തെ പ്രധാന ഓണാഘോഷങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ഓണക്കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത്തം 10 എന്ന കണക്ക് പ്രകാരം ഇത്തവണ അത്തം 11 ആകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അത് മനസ്സിലാക്കാൻ ആദ്യം അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളുടെ കണക്ക് എങ്ങനെയാണ് എന്നത് നോക്കാം. അത്തം മുതൽ തിരുവോണം വരെ പൊതുവെ അത്തം നാളോടെയാണ് 10 ദിവസത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നിങ്ങനെയാണ് സാധാരണയായി നാളുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അത്തം 10 എന്ന ചൊല്ല് മലയാളികൾക്കിടയിൽ ഇത്രയും പരിചിതമായത്. അത്തം നാളിൽ ചെറിയ പൂക്കളത്തോടെ തുടങ്ങുന്ന പൂക്കളം ഓരോ ദിവസവും വലുതാവുകയും നിറങ്ങൾ കൂടുകയും ചെയ്യും. തിരുവോണം എത്തുമ്പോഴേക്കും വീടുകളുടെ മുറ്റത്ത് വലിയൊരു പൂക്കളങ്ങൾ ഒരുങ്ങും. പക്ഷേ 2026 ഈ കണക്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തവണ 11ാം ദിവസം തിരുവോണം? ഇതാണ് ഈ വർഷത്തെ പ്രധാന കൗതുകം. 2026 ചോതി നക്ഷത്രം 2 സൂര്യോദയങ്ങളിലായി വ്യാപിച്ചു വരുന്നതാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള കണക്കിൽ ഒരു അധിക ദിവസം വരാനുള്ള കാരണം എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഇത്തവണ അത്തം കഴിഞ്ഞുള്ള പതിവ് കണക്കിൽ ചെറിയ മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത്തം മുതൽ തിരുവോണം വരെ ഇത്തവണ 11 ദിവസമാകും. അതായത് വർഷങ്ങളായി പരിചിതമായ അത്തം 10 എന്ന കണക്കിന് ഇത്തവണ ഒരു മാറ്റം. ഇത് മാത്രമല്ല, ഈ വർഷത്തെ പ്രത്യേകത, സാധാരണയായി അത്തം ചിങ്ങമാസത്തിലാണ് വരുന്നത്. എന്നാൽ ഇത്തവണ അത്തം വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടകത്തിൽ അവസാന ദിവസത്തിലാണ് അത്തം ആരംഭിക്കുന്നത്. അതേസമയം തിരുവോണം ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. അതിനാൽ ഓണാഘോഷത്തിൻ്റെ തുടക്കം കർക്കിടകത്തിൽ, പക്ഷേ പ്രധാന ഓണദിനമായ തിരുവോണം ചിങ്ങത്തിൽ. ഇതും 2026 ഓണക്കാലത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യമാണ്. അത്തം പിറന്നതോടെ മലയാളിയുടെ ഓണത്തിരക്കിനും തുടക്കമാകും. ആദ്യമായി ഓർമ്മ വരുന്നത് പൂക്കളമാണ്. അത്തം നാളിൽ ചെറിയ പൂക്കളത്തിൽ നിന്നാണ് തുടക്കം. പിന്നീടുള്ള ഓരോ ദിവസവും പൂക്കളത്തിൻ്റെ വലുപ്പവും നിറങ്ങളും വർദ്ധിക്കും. ഓണത്തിന് മുന്നോടിയായി കേരളത്തിലെ പൂവിപണിയും സജീവമാകും. കേരളത്തിന് പുറത്തു നിന്നും പൂക്കൾ എത്തിത്തുടങ്ങും. പൂക്കച്ചവടവും ഓണച്ചന്തകളും സജീവമാകും. വീടുകളിൽ ഓണക്കോടി വാങ്ങാനുള്ള തിരക്കും തുടങ്ങും. കുട്ടികൾക്ക് ഓണക്കളികൾ, വീടുകളിൽ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപരിപാടികൾ എല്ലാം പതിയെ സജീവമാകും. ഓണത്തിൻ്റെ വരവറിയിക്കുന്ന പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. 2026 ഓഗസ്റ്റ് 16 ഇത്തവണ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ഈ ആഘോഷത്തിന് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട്. കൊച്ചി രാജവംശത്തിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അത്തച്ചമയം. ഇത്തവണയും വിവിധ കലാരൂപങ്ങളും
വേഷങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഘോഷയാത്ര നടക്കുന്നു. ഏകദേശം 2000 കലാകാരന്മാരും വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ കേരളം ഔദ്യോഗികമായി ഓണാഘോഷത്തിൻ്റെ നിറത്തിലേക്ക് കടക്കുന്ന ദിവസമായി അത്തച്ചമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത്തച്ചമയത്തോടനുബന്ധിച്ച് തൃപ്പൂണിത്തുറ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചില മേഖലകളിൽ വാഹന നിയന്ത്രണം ഉണ്ടാകും. വലിയ വാഹനങ്ങൾക്കും സർവീസ് ബസ്സുകൾക്കും ഉൾപ്പെടെ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതിനാൽ അത്തച്ചമയം കാണാൻ പോകുന്നവർ യാത്രാ ക്രമീകരണങ്ങൾ മുൻകൂട്ടി പരിശോധിക്കുന്നത് നല്ലതാണ്. അത്തം പിറന്നതോടെ കുട്ടികൾക്കും ഓണത്തിൻ്റെ ആവേശമാണ്. പൂക്കളം, ഓണക്കളികൾ, ഓണപരീക്ഷകൾക്ക് ശേഷമുള്ള അവധി, സ്കൂളുകളിലെ ഓണാഘോഷങ്ങൾ എല്ലാം ചേർന്ന് കുട്ടികൾക്കും ഇത് ഏറെ സന്തോഷമുള്ള സമയമാണ്. ഓണപരീക്ഷകൾ അവസാനിക്കുന്നതോടെ വിദ്യാർത്ഥികളും പതിയെ ഓണാവധിയിലേക്ക് കടക്കും. ഓണം അടുത്തെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന മറ്റൊരു മേഖല ഓണവിപണിയാണ്. പച്ചക്കറികൾ മുതൽ പൂക്കൾ വരെ വിപണിയിൽ തിരക്ക് കൂടും. ഓണക്കോടി വാങ്ങാനും സമ്മാനങ്ങൾ വാങ്ങാനും ആളുകൾ എത്തും. വീടുകളിൽ ഓണസദ്യക്കുള്ള സാധനങ്ങൾ ശേഖരിക്കാനും തുടങ്ങും. പായസം, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, സാമ്പാർ, ഒടുവിൽ പഴവും പപ്പടവും ഉൾപ്പെടുന്ന വലിയ സദ്യ. ഓണം ഒരു ആഘോഷം മാത്രമല്ല, കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരവും കാർഷിക പാരമ്പര്യവും കുടുംബ ബന്ധങ്ങളും ഒത്തുചേരുന്ന ഒരു കാലം കൂടിയാണ്. ഇത്തവണ ഓണാഘോഷങ്ങളുടെ തുടക്കം തന്നെ ഒരു കൗതുകത്തോടെയാണ്. അത്തം കർക്കിടകത്തിൽ, തിരുവോണം ചിങ്ങത്തിൽ. അത്തം മുതൽ തിരുവോണം വരെ 11 ദിവസം. ഇതുകൊണ്ട് തന്നെ 2026 ഓണക്കാലം സാധാരണ വർഷങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. മലയാളികളുടെ ആഘോഷങ്ങൾ അതിൻ്റെ പതിവ് ആവേശത്തോടെ തന്നെ മുന്നോട്ട് പോകും. അത്തം മുതൽ ഓരോ ദിവസവും പൂക്കളം കൂടുതൽ മനോഹരമാകും. നാടും നഗരവും ഓണത്തിൻ്റെ നിറങ്ങളിലേക്ക് മാറും. ഒടുവിൽ എത്തുന്നത് മലയാളികൾ കാത്തിരുന്ന ആ ദിവസം, തിരുവോണം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു ദിവസത്തെ പ്രത്യേകത മാത്രമല്ല, അത്തം കർക്കിടകത്തിൽ തുടങ്ങുന്നു, തിരുവോണം ചിങ്ങത്തിലെത്തുന്നു. കൂടാതെ അത്തം മുതൽ തിരുവോണം വരെ 11 ദിവസവുമാണ്. ഇതാണ് 2026 ഓണക്കാലത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാന കാര്യം. ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകളും കൗതുകകരമായ വിവരങ്ങളും അറിയാൻ ഇൻഫോസ്ട്രീം മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണക്കാലം ആശംസിക്കുന്നു. നന്ദി.